ഇനി വന്നിട്ട് നമുക്ക് ഏത് പ്ലഗിനാണ് ആവശ്യം? അടുത്തത് ഒരു തീമിന് വേണ്ടിയിട്ട് ഏത് പ്ലഗിന് ആവശ്യം? ഏത് പ്ലഗിനാ നമ്മൾ എടുത്ത ഇന്നലെ? ഏത് പ്ലഗിനാ എടുത്തേ? സ്റ്റാർട്ടർ അല്ലേ? സ്റ്റാർട്ടർ പ്ലഗിൻ എടുത്തു. അവിടെ നിന്നല്ല നമ്മൾ തീം ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്തത്. സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തു, ആക്ടിവേറ്റ് ചെയ്തു. ബിൽഡ് വിത്ത് ടെംപ്ലേറ്റ്സ് കൊടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം വീട്ടിൽ പോയിട്ട് ചെയ്യുന്ന സമയത്ത് നീ ആണെങ്കിലും നീ ഇതിലൊന്നും ക്ലിക്ക് ചെയ്യാൻ പേടിക്കണ്ട. എന്ത് ചെയ്താലും റിവേർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നീ ഹോസ്റ്റഞ്ചറിൽ പോയിട്ട് എവിടെ ക്ലിക്ക് ചെയ്ത് എന്തൊക്കെ ചെയ്താലും പ്രോബ്ലം ഇല്ല. നീ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാ. പിന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മളിത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അത്ര എക്സ്റ്റെൻഡ് വരെ പോണം. മനസ്സിലായി? ചിലപ്പം ഈ പറയുന്ന പോലെ നമുക്ക് റെഡി ടു ആക്സസ് ആയിട്ടൊന്നും മെറ്റീരിയൽസ് കിട്ടിയെന്ന് വരൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നപ്പോ നീ എൻ്റെ അടുത്ത് ചോദിച്ചത് എങ്ങനെയാ ചെയ്യണേന്ന്. അപ്പൊ പക്ഷേ നീ ഇത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് തന്നെ അത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ സൊല്യൂഷൻ ഉള്ള കാര്യങ്ങളിൽ മാക്സിമം സെൽഫ് ലേണിംഗും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അത് നിങ്ങളുടെ ഇതിനാണ് പറയുന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഒരു വശം മനസ്സിലാവണം എന്നില്ല. അപ്പൊ ചെയ്യുന്ന സമയത്താണ്ടോ നീ ഒരു ഡാഷ്ബോർഡ് ഒക്കെ എത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ. സോ നിന്റെ എന്തായിരുന്നു റിസോർട്ട്? റിസോർട്ട് ഞാൻ ആ തീം ചൂസ് ചെയ്തു. ഇവന്റെ റിസോർട്ടാണ് ബേസ്ഡ് ഇൻ ആലപ്പി. സോ നമുക്ക് ഇവിടെ വന്നിട്ട് കളർ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇവിടെ ഇപ്പം എടുത്ത് ഇവിടെ ഒന്നും ചെയ്യാല്ല, കണ്ടിന്യൂ കൊടുക്കുക. സബ്മിറ്റ് ആൻഡ് ബിൽഡ് മൈ വെബ്സൈറ്റ്. ഇല്ല തീം ഇൻസ്റ്റാൾഡ് ആയി. ഇനി നമുക്കിത് വ്യൂ യുവർ വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. ഇന്നലെ അനുവിൻ്റെ വെബ്സൈറ്റിൽ ചെയ്തപ്പോഴും നമ്മൾ തീം ഇൻസ്റ്റാൾ ആക്കിയിട്ട് വ്യൂ കൊടുത്തപ്പോഴത്തേക്കും ഫുള്ളി ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവൻ്റെതും ഇപ്പം ഫുള്ളി ഇമ്പോർട്ടൻ്റ് ആയി. സി ഈ ഒരു തീം നമുക്ക് ടെംപ്ലേറ്റ് നമുക്ക് കിട്ടി. ഇതിൽ വന്നിട്ട് 3, 2, 5 പേജസ് ആണുള്ളത്. എബൌട്ട് അസ് ഇതാണ് ഇവന്റെ ഹോം പേജ്. എബൌട്ട് ഇവൻ ആക്ച്വലി ഒറ്റ പേജേ ഉള്ളൂ, സിംഗിൾ പേജ് വെബ്സൈറ്റാ. ഇതിൽ വന്നിട്ട് ഇതിനെ ID ക്ലാസ് ID കൊടുത്താണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എബൌട്ട് അസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് പോവാം. അമ്യൂണിറ്റീസിൽ പോകുമ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് പോവാം. വേറെ വേറെ പേജസ് അല്ല, ഹി ഹാസ് ഓൺലി 1 പേജ്. ഓക്കെ. അപ്പൊ ഒറ്റ പേജ് മാത്രം കസ്റ്റമൈസ് ചെയ്താൽ മതി. അങ്ങനെ ആദ്യം നമ്മൾ ബോഡി കസ്റ്റമൈസ് ചെയ്യുക. ബോഡി കസ്റ്റമൈസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? എഡിറ്റ് വിത്ത് എലമെന്റർ അത് ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് വിത്ത് എലമെന്ററിൽ ക്ലിക്ക് ചെയ്യാം. ചെയ്തോ? എലമെന്റ് പറഞ്ഞതുപോലെ ഓരോരോ കണ്ടെയ്നർ ആണ്. ശരിക്കും ശ്രദ്ധിക്കുക. ഓരോരോ ഇന്നലെ ഞാൻ പറഞ്ഞു ഓരോരോ കണ്ടെയ്നേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഈ പ്ലസ് 6 കുത്ത് ക്ലോസ് വേണ്ട. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ പ്ലസ് 6 കുത്ത് ക്ലോസ്. അടുത്ത പ്ലസ് 6 കുത്ത് ക്ലോസ് ഇവിടെ അല്ല. ഇതൊരു കണ്ടെയ്നർ. ഈ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു ഹെഡിങ് ഉണ്ട്, ഒരു ചെറിയ സബ് ഹെഡിങ് ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട്. ഇത് എന്താ മനസ്സിലായത്?
ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ നമുക്ക് വന്നിട്ട് ഡിഫറെന്റ് എലമെന്റ്സ് ആഡ് ചെയ്യാം. ഈ എലമെന്റ്സ് നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? ഇവിടെ വന്നിട്ട് ഈ പ്ലസ് സൈൻ കണ്ടോ? ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇത്രയും എലമെന്റ്സ് അവൈലബിൾ ആണ്. നമ്മൾ പ്രോ അല്ലാത്തതുകൊണ്ടിട്ടാണ് ഇതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. ബട്ട് സ്റ്റിൽ നമുക്ക് ഹെഡിങ്, ഇമേജ്, ടെക്സ്റ്റ് എഡിറ്റർ, വീഡിയോ, ബട്ടൺ, ഡിവൈഡർ, സ്പേസർ, ഗൂഗിൾ മാപ്പ് ഇന്റഗ്രേറ്റ് ചെയ്യുക, അതുപോലെ ഐക്കൺസ് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കുറേ വിഡ്ജറ്റ് ഉണ്ട്. ഇനി എനിക്ക് ആദ്യം ഇതിവിടെ നിൽക്കട്ടെ. ഇതുപോലത്തെ തന്നെ 3 ഞാൻ ആദ്യം തൊട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാ. എങ്ങനെയാന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഇതെന്താ ഹെഡിങ് അല്ലേ? അപ്പൊ ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട് ലെഫ്റ്റില്. ഈ ഹെഡിങ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടു. ഓക്കെ, അപ്പൊ വന്നിട്ട് ഇപ്പൊ ഞാൻ എന്താ മൗണ്ട് ഇൻ ഇത് മൗണ്ട് ഇൻ. ഇനി ഞാൻ ഇതിനെ കളർ മാറ്റണ്ടേ? അപ്പൊ കളർ മാറ്റുന്നത് എപ്പോഴും എവിടെയായിരിക്കും? സ്റ്റൈലില്. സ്റ്റൈലില് വരാം. ഇവിടെ ടെക്സ്റ്റ് കളർ ഉണ്ടോ? ടെക്സ്റ്റ് കളറിൽ പോവാ, കളർ മാറ്റി കൊടുത്തു. ഇനി എന്താ വേണ്ടത്? ഇതിന്റെ അലൈൻമെന്റ് പ്രോബ്ലം ആണല്ലേ? അപ്പൊ അലൈൻമെന്റ് വന്നിട്ട് ഞാൻ സെന്റർ അലൈൻമെന്റ് കൊടുത്തു. ഇനി ഇതിന്റെ ഫോണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഫോണ്ട് എപ്പോഴും ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് ടൈപ്പോഗ്രഫി. ഇതിൽ വന്നിട്ട് ഈ പെൻസിലിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഫാമിലി ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ഫോണ്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ഫോണ്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ സൈസിനും ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അല്ലേ? സൈസ് കൂട്ടണ്ടേ? സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണത്? സൈസ് ഇവിടെ ഫാമിലിന്റെ തൊട്ട് താഴെ സൈസ് ഉണ്ട്. ഓക്കെ, ഇനി എന്താ അടുത്തത്? നമ്മൾ ഏകദേശം ഒക്കെ അതിനോട് സിമിലർ ആയിട്ടുള്ള, ഇനി വേണമെങ്കിൽ സൈസ് കുറച്ച് കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആവും. ഇനി താഴെ എന്താ ഉള്ളത്? ചെറിയൊരു സബ് ഹെഡിങ് ഉണ്ടല്ലേ? അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വെബ്സൈറ്റിൽ ഹെഡിങ്ങുകൾ H1 to H6 ആണ്. H1 എന്ന് പറഞ്ഞാൽ മെയിൻ ഹെഡിങ്, H2 എന്ന് പറഞ്ഞാൽ H1ന്റെ സബ് ഹെഡിങ്, H3 എന്ന് പറഞ്ഞാൽ H2ന്റെ സബ് ഹെഡിങ്. അങ്ങനെ ഒരു ഹൈറാർക്കിയാണ്. നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമാണ് ഈ ഹൈറാർക്കി. ഈ നമ്മൾ ഒരു കീവേഡ് കാര്യമൊക്കെ ഞാൻ പിന്നീട് പറയാം. ഈ H1 to H6 ഹൈറാർക്കി ഇങ്ങനെ ഫോളോ ചെയ്ത് പോകണം. അങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു സബ് ഹെഡിങ് എപ്പോഴും ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം ആയിരിക്കുമല്ലോ അല്ലേ? അപ്പം ഇതെന്ന് പറയുന്നത് എപ്പോഴും ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഹൈറാർക്കി ഫോളോ ചെയ്യണം. അപ്പൊ H1 ഒരു വെബ്സൈറ്റിൽ ഒരു പേജ്, ഒരു വെബ്സൈറ്റിൽ 4 പേജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഹോം, എബൌട്ട് അസ്, സർവീസ്, കോണ്ടാക്ട്, 4 പേജ് ഉണ്ട്. ഓരോ പേജിലും ഓരോ H1 ആണ് ഉണ്ടാവുക. ഹോം പേജ് എടുക്കുക. ഹോം പേജിൽ H1 should be is equal to 1. പക്ഷെ H2 തൊട്ട് H6 വരെ ഒന്നോ അതിൽ കൂടുതലോ ആകാം. ഓക്കെ, H1 is equal to 1 and H2 to H6 greater than or is equal to 1 എന്ന് പറഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ ആകാം. മാത്സ് അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. പേടിച്ചു പോയോ? ശരി, ഒന്നോ അതിൽ കൂടുതലോ ആവാം, അത്രയാണ് പറയുന്നത്. ഓക്കെ, മേക്ക് ഷുവർ. അപ്പൊ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.